അള്ളാഹുവേ, ഒരുപാട് ഉമ്മമാർ ഓതിയിട്ടുണ്ട്. ഞങ്ങൾ ഒരുപാട് ഇത്രയും സമയം ഖുർആനെ കുറിച്ച് പറഞ്ഞ ചർച്ചകൾ ആ ഖബറിലേക്ക് വലിയൊരു സന്തോഷമായി എത്തിക്കുകയും മഗ്ഫിറത്തും മർഹമത്തും നൽകുകയും അവരെയും ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം അല്ലാ. എൻ്റെ ഈ ആമീൻ പറയുന്ന ഇതിൽ പങ്കെടുക്കുന്ന ഉമ്മമാരുടെയൊക്കെ കുടുംബത്തിൽ നിന്ന് മാതാപിതാക്കള്, മക്കള്, ഭർത്താക്കന്മാര്, പടച്ചവനെ, ഭാര്യമാര്, സഹോദര സഹോദരി, കൂട്ടുകാരികൾ, ഉസ്താദുമാര്, അധ്യാപകന്മാര്, ടീച്ചർമാര്, പടച്ചവനെ, കുടുംബങ്ങളിൽ നിന്ന് പലരും മരണപ്പെട്ടു പോയി. ആരുടെ മണ്ണിലാണ് ആരുമാറുമില്ലാത്ത കൂരിരുട്ടിൽ അവരൊക്കെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. വെള്ളിയാഴ്ച രാവാണ്, റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങുന്ന സമയമാണ്. ഈ വെള്ളിയാഴ്ച രാവെങ്കിലും എൻ്റെ കുടുംബത്തിൽ നിന്നൊരു ഫാത്തിഹ, ഒരു യാസീൻ എനിക്ക് കിട്ടുമോ? അവര് ജീവിച്ചിരിക്കുന്ന സമയത്ത് എല്ലാ ദിവസവും എന്നെ വിളിക്കാറുണ്ടായിരുന്നു. എനിക്ക് ഫുഡ് വാങ്ങിത്തരാറുണ്ടായിരുന്നു, ഫുഡ് ഉണ്ടാക്കി തരാറുണ്ടായിരുന്നു. എനിക്ക് വേണ്ടതൊക്കെ ചെയ്ത് എന്നോടൊപ്പം സൊറ പറഞ്ഞ് കളിച്ചിരികൾ തമാശകളായി കൂടെ ഇരിക്കുന്ന എൻ്റെ മക്കള് ഞാനിപ്പോൾ ഖബറിലായി ഒറ്റപ്പെട്ടപ്പോൾ എന്നെ തിരിഞ്ഞു നോക്കുന്നു പോലുമില്ലല്ലോ, എന്നെ ഓർക്കുന്നു പോലുമില്ലല്ലോ എന്ന് ആ ഖബറിലുള്ള മാതാപിതാക്കൾ സങ്കടപ്പെടുന്നുണ്ടാകാം. എൻ്റെ ഫുർഖാൻ കുടുംബത്തിലുള്ള ഉമ്മമാര് സങ്കടപ്പെടേണ്ട. നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുമായി ബന്ധപ്പെട്ടവർ ആരും ഇനി ഖബറിൽ വിഷമിക്കൂല കേട്ടോ. എല്ലാ ദിവസവും നമ്മൾ രാത്രിയും രാവിലെയും ഒക്കെ ആ ഖബറിലേക്ക് ഹദിയ ചെയ്തുകൊണ്ടാണ് നമ്മുടെ ജീവിതം, നമ്മുടെ ഓരോ ദിവസവും തുടങ്ങുന്നതും അവസാനിക്കുന്നതും. ഇതുപോലെ പുണ്യം ചെയ്ത മാതാപിതാക്കളില്ല. ആ മാതാപിതാക്കൾക്ക് ഇത്രയും പുണ്യം ചെയ്ത മക്കൾ വേറെയില്ല. ആ മാതാപിതാക്കൾക്ക് പൊരുത്തപ്പെട്ട മക്കളാണ് നിങ്ങള്. അള്ളാഹുവേ, അവരുടെ പൊരുത്തണ്ടായ സ്വർഗത്തിലാണെന്ന് ഹബീബ് തങ്ങൾ പറഞ്ഞിട്ടില്ലേ? മാതാപിതാക്കളുടെ പൊരുത്തം. ഇതുപോലെ നമ്മൾ മരിക്കുമ്പോ നമ്മുടെ മക്കളും നമുക്ക് വേണ്ടി ചെയ്യണ്ടേ? അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മളും നമ്മുടെ മക്കളെ ഈ രൂപത്തിൽ വളർത്തണം. അവർക്ക് അതിനുള്ള സാഹചര്യങ്ങൾ നൽകണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഉമ്മമാരെ, മക്കളെയും ഇങ്ങനെ ഇതിൻ്റെ ഓരത്തൊക്കെ ഇരുത്തണം. ഇതിൻ്റെ പരിസരത്തു കൂടെ ഒക്കെ നടത്തണം. ഇതുമായിട്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ ബന്ധപ്പെടുത്തി അവരെയും ഖുർആനിൻ്റെ ആളുകളാക്കി മാറ്റണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. നിങ്ങളെ കുടുംബങ്ങളിൽ നിന്നൊക്കെ മരണപ്പെട്ടു പോയ ഒരുപാട് കുടുംബങ്ങളുണ്ട്. അവരെ ഒക്കെ എന്ത് ചെയ്യണം? ഈ ഖത്മിന്റെ മജ്‌ലിസിലേക്ക് കൊണ്ടുവന്നാൽ അവർക്കൊക്കെ എന്ത് ചെയ്യാം? അവർക്ക് ആഗ്രഹിക്കുന്നുണ്ടാകും, ചാൻസ് കിട്ടാത്തത് കൊണ്ടാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ എപ്പോഴും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് എന്തിനാണെന്നറിയോ? ഖത്മ് തുടങ്ങിക്കഴിഞ്ഞ് പകുതിയൊക്കെ ആയാൽ പിന്നെ അവർക്കും വിഷമായും, ഇത്രയും കഴിഞ്ഞില്ലേ. അപ്പം അതുകൊണ്ട് തുടക്കത്തിൻ്റെ മുമ്പ് തന്നെ അവരൊക്കെ നമ്മളെ മജ്‌ലിസിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കെന്ത് ചെയ്യാം? അങ്ങനത്തെ ആളുകളൊക്കെ കൂട്ടി നല്ല രൂപത്തിൽ, നല്ല റാഹത്തായിട്ടൊരു ഉഷാറായിട്ടുള്ളൊരു തുടക്കം നമുക്കത് ഖത്മിൻ്റെ മജ്‌ലിസ് തുടങ്ങണം. അപ്പം ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ കുടുംബത്തിന് മരണപ്പെട്ടു പോയ ഒരുപാട് ബന്ധുക്കളുണ്ടാകും. എളാമുണ്ടാകും, മൂത്താപ്പുണ്ടാകും, എളാപ്പുണ്ടാകും. അങ്ങനത്തെ ആളുകളൊക്കെ അറിയിക്കും ഇങ്ങനെ ഒരു ഖത്മിൻ്റെ മജ്‌ലിസ് ഉണ്ട്. അപ്പം നിങ്ങളുപ്പാക്ക്, നിങ്ങളുമ്മാക്ക്, കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കൊക്കെ എന്ത് ചെയ്യാം? നമുക്ക് ഖത്മ് ഓതാം. അതിനുള്ള അവസരം നിങ്ങൾ അവർക്ക് കൊടുക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ.